നമുക്കിനി നേരെ വയനാട്ടിലേക്ക് പോകാം. അപ്പം ഇടവേളയിലേക്ക് പോകും മുൻപ് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ജോഷിതയുടെ വീട്ടിലേക്ക് സുർജിത്ത് യാത്രയിലായിരുന്നു. ഇപ്പോൾ സുർജിത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് കിരീടം ടീം ഇന്ത്യ നിലനിർത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു മലയാളിയായ ജോഷിത. സുർജിത്ത് അയ്യപ്പത്ത് വിജയ് ജോഷിതയുടെ വയനാട്ടിലെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, വലിയ ആഹ്ലാദം സന്തോഷമൊക്കെ ആ വീട്ടിൽ ഉണ്ടാകും ഉറപ്പായും. നമ്മുടെയും ആ സന്തോഷം അവരെ അറിയിക്കുക. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. ഉറപ്പല്ലേ പ്രവിത, ഭയങ്കര സന്തോഷത്തിലാണ് ഈ വീട്. ഇത് അമ്പലേരിയിലെ കൽപ്പറ്റ അമ്പലേരിയിലാണ് ജോഷിതയുടെ വീട്. അവിടെയാണ് അമ്മ ഉണ്ട്, ഒപ്പം തന്നെ സഹോദരി ഉണ്ട്. അതാ ഒരാൾ കൂടി ഉണ്ട്, ആരാധ്യ ചേച്ചിയുടെ മകളാണ്. എന്തായാലും വലിയ സന്തോഷത്തിലാണ്. എങ്ങനെയാണ് കളി ഫുള്ള് കണ്ടോ? കണ്ടു. 12 മണി തൊട്ട് ടിവിന്റെ മുമ്പിൽ തന്നെയായിരുന്നു. ഇന്ന് അടിപൊളിയായിരുന്നു, വമ്പിച്ച വിജയായിരുന്നു. രാവിലെ കണ്ടപ്പോഴും പറഞ്ഞു ഉറപ്പായിട്ടും. അതെ, ഇനി ജയിച്ചു കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് സാറ് പോയത്. അതെ, അതുപോലെ തന്നെയായി. ഇല്ല, വിളിച്ചില്ല. ഗ്രൗണ്ടിലായിരുന്നു. ഇപ്പൊ ടി വി കണ്ടപ്പോ കൂടെ ഗ്രൗണ്ടിലായിരുന്നു. അപ്പൊ ഇനി ഹോട്ടലിൽ എത്തിയിട്ടായിരിക്കും വിളിക്കുക. ആധികാരികമായിട്ടുള്ള വിജയമായിരുന്നു ഇന്ത്യയുടെ. അതെ അതെ. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. കാരണം ഇത്രയും ഈ വേൾഡ് കപ്പ് നേടി വന്നില്ലേ, അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്തായാലും വയനാട്ടില് ഇനിയിപ്പോ സീനിയർ ടീമിലേക്ക് ഇടം കിട്ടട്ടെ എന്നുള്ളതാണ്. അതെ, സീനിയർ ടീമിലും കൂടി ഇടം കിട്ടി വരണം, അതാണ് ആഗ്രഹം. ഇനി അതിനുള്ള പ്രയത്നത്തിലാണ് അവളും. എനിക്ക് അമ്മയുടെയും സഹോദരികൾക്ക് വലിയൊരു പിന്തുണയായിരിക്കും. ഞങ്ങളുടെ 3 പേരുടെയും നല്ല പിന്തുണയാണ്. അച്ഛൻ്റെ ആണെങ്കിലും അതെ, അമ്മേൻ്റെ സഹോദരിൻ്റെ എല്ലാവരുടെയും നല്ല പിന്തുണയോട് കൂടിയാണ് അവൾ ഇത്ര എത്തിയതും. ഇനി മുന്നോട്ട് അവൾ വന്നുകൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഒരു ഓൾ ഓവർ കളി? എങ്ങനെ ഉണ്ടായിരുന്നു? കളി കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു. മൊത്തത്തിൽ അവരുടെ കളി നല്ല കളിയായിരുന്നു. എല്ലാ മാച്ചിലും അവർക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി. ഇന്ത്യ ടീമിനാണെങ്കിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി. നല്ല കളിയായിരുന്നു. ഞങ്ങളെല്ലാ കളി കാണുകയും ചെയ്തു. എല്ലാത്തിലും വളരെയധികം സന്തോഷമുണ്ട് വിജയിച്ച് ഇന്ത്യ കപ്പടിച്ച് വന്നതിൽ. ഇന്നലെ വിളിക്കുമ്പോൾ പോലും വലിയൊരു ആത്മവിശ്വാസം സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചിരുന്നല്ലേ? അവളതെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അവൾ പറഞ്ഞത് നാളെ ഫൈനലാണ്, അപ്പോൾ എന്തായാലും കപ്പടിച്ച് വരാനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ദൈവം സഹായിച്ച് കപ്പടിച്ചു. ഒന്നും പറഞ്ഞിട്ടില്ല. നാളെ മറ്റന്നാൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. 2 ദിവസം ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. വൈകുന്നേരം വിളിച്ചാലേ അറിയുള്ളൂ എപ്പോഴാണ് വരിക എന്താന്നുള്ളത്. മിന്നുമണി, അതിനുശേഷം സജ്ന, ഇനിയിപ്പോ ജോഷിതയും കൂടി സീനിയർ ടീമിലേക്ക് സീനിയർ ടീമിൽ എത്തിപ്പെടണം, അതാണ് ഇനിയത്തെ ആഗ്രഹവും പ്രാർത്ഥനയും. എന്തായാലും വയനാട്ടിൽ വലിയ സന്തോഷം. പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് ശരിക്കും ഒരു താരോദയം തന്നെയാണ്. മിന്നുമണി വന്നു, സജ്ന വന്നു സീനിയർ ടീമിൽ, ജോഷിത കൂടി സീനിയർ ടീമിലേക്ക് ഇടം കിട്ടട്ടെ എന്നുള്ള ആഗ്രഹമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ഒരുപാട് സന്തോഷം. അങ്ങനെ കൂടുതൽ പെൺകുട്ടികൾ വയനാട്ടിൽ നിന്ന് വരട്ടെ, അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നത്. സുർജിത്തേട്ടൻ ചിരിച്ചുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. ആശങ്ക സുർജിത്തിന് സ്ഥിരം റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്താണ്? വന്യമൃഗശല്യം, പുലിയുടെ ആക്രമണം, ഇതൊക്കെയാണ്. അപ്പോൾ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നിട്ടാണ്. ആ ഒരു കടുവയുടെ കാര്യം വന്നപ്പോൾ ശരിക്കും അവർ അത്രയും റിസ്ക് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ സന്തോഷമാണ് നമുക്ക്. അതുപോലെ അമ്മ പറഞ്ഞത് കേട്ടോ, മകളെ വിളിക്കുമ്പോഴൊക്കെ അവൾ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു എന്ന്. നമ്മൾ ഈ വലിയ വലിയ കളികളിലൊക്കെ ഗെയിമിലൊക്കെ 1ാം സ്ഥാനത്ത് എത്തുന്നവരോട് ചോദിച്ചാൽ പറയും അവർ കൃത്യമായിട്ട് ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്യും എന്ന് പറയണേ. അവർ ആ മത്സരത്തിൽ ജയിക്കുന്നത്, കപ്പ് നേടുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്യും. അതൊരു സത്യമാണെന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം നിനച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഫോക്കസ് കൊടുത്താൽ, ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നാൽ ഇതുപോലെ വിജയങ്ങൾ. അതുപോലെ ജോഷിതയുടെ അമ്മേനെ കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വരും നമ്മുടെയൊക്കെ അമ്മമാരെ, അതായത് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിലും അഭിമാനിക്കുന്ന അത്തരം അനുഭവങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു നല്ല വാർത്ത പങ്കുവയ്ക്കാൻ പറ്റി അല്ലേ? ചിരിച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റി.